الرحيم. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമനാണ്. ആ ഉത്തമനായ നബി തങ്ങളോട് കൽപ്പനയല്ല അള്ളാഹു ചെയ്യുന്നത്. അള്ളാഹു തആല അള്ളാഹുവിന്റെ ഔദാര്യമായി കൊണ്ട് അത് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ്. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഓപ്പൺ ആക്കി കൊടുക്കുകയാണ്. അതിനെ കുറിച്ചാണ് അള്ളാഹു തആല വിവരിക്കുന്നത്. ഞാൻ താങ്കൾക്ക് താങ്കളുടെ കൽബ് ഓപ്പൺ ആക്കി തന്നില്ലയോ എന്ന് അള്ളാഹു തആല പറയാണ്. അഥവാ ശരാശോദ് ചെയ്തു തന്നില്ലയോ എന്ന്. ഹിറാ ഗുഹയിൽ വെച്ചിട്ട് അള്ളാഹു തആല നബി തങ്ങളെ നെഞ്ചി വിശാലമാക്കുന്നുണ്ട്, കൽബ് ഓപ്പൺ ആക്കുന്നുണ്ട്, ശരാശോദ് ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്നാൽ അതിനു മുമ്പേ അള്ളാഹു തആല അത് ചെയ്തു കൊടുത്തിട്ടുമുണ്ട്. ചെറിയ പ്രായത്തിൽ 7-ാമത്തെ വയസ്സിൽ 9-ാമത്തെ വയസ്സിലൊക്കെ ആയിട്ട് പറയുന്ന വിഷയങ്ങളുണ്ട്. ജിബ്രീൽ അലൈഹി ഇസ്ലാം എന്നുള്ള മലക്ക് വന്നുകൊണ്ട് നബി തങ്ങളെ നെഞ്ച് പിളർത്തി കൽബ് പുറത്തെടുത്തുകൊണ്ട് സംസം വെള്ളം കൊണ്ട് കഴുകി വൃത്തിയാക്കി ഓപ്പറേഷൻ ചെയ്ത് തിരിച്ച് അവിടെ തന്നെ സ്ഥാപിച്ചു എന്നൊക്കെ പറയുന്ന കഥകൾ. അതിന്റെ ഹക്കീക്കത്ത് എന്താണ്? അള്ളാഹു തആലയുടെ പരിശുദ്ധമായ അള്ളാഹു എന്നുള്ള നാമം അതിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഈ ശരസ്വദർ എന്നുള്ള പ്രോസസ്സാണത്. അത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത് പലതവണ ചെയ്യാൻ പല കാരണങ്ങളുണ്ട്. കാരണം നബി തങ്ങളുടെ ഉള്ളിൽ ധ്വനിക്കുന്ന അള്ളാഹു എന്നുള്ള നാമം പല തരത്തിലുണ്ട്. ആ പലതരത്തിലുള്ള വിഷയങ്ങളെക്കുറിച്ചാണ് പല ഘട്ടങ്ങളിലായിക്കൊണ്ട് ഇത് ചെയ്തു എന്ന് പറയാൻ കാരണം ഇമാം മഹ്ദി അലൈഹി ഇസ്ലാം പറയലുണ്ട്, ഈ ശരസ്വദർ എന്നുള്ളത് നടക്കുക അള്ളാഹുവിന്റെ നാമം കൊണ്ടാണ്. അത് ഇസ്മു ദാത്താണ്, ദാത്തിന്റെ ഇസ്മാണ്, ദാത്തിയായ ഇസ്മാണ്. ഈ ഇസ്മ തന്നെ 2 തരമുണ്ട്. ഫിഹിലിയായ ഒരു നാമമുണ്ട്, അതേപോലെ തന്നെ കൗലിയായതുണ്ട്. അള്ളാഹു അയക്കപ്പെട്ട മിക്കവാറും മശായിഹന്മാര് അവരെ മുരീദന്മാർക്ക് കൊടുക്കുന്ന ഈ ഒരു ഇസ്മുദ്ദാത്ത് അത് കൗലിയാണ്. എന്നാൽ കൗലിനേക്കാളും കൂടുതൽ പ്രബലവും സ്ട്രോങ്ങും പവർഫുള്ളും ആണ് ഫിഇലി. ഈ ഫിഇലിയായ നാമം അവന്റെ മുരീദന്മാർക്ക് കൊടുത്ത മശായിഹന്മാര് ഇല്ല എന്ന് തന്നെ പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തിട്ടുണ്ട്. പിന്നെ മഹ്ദി അലൈഹി ഇസ്ലാമാണ് കൊടുത്തത്. അപ്പം മഹ്ദി അലൈഹി ഇസ്ലാം അവിടുത്തെ മുരീദന്മാർ കൊടുക്കുന്ന ഇസ്മുദ്ദാത്ത് മറ്റ് മശായിഹന്മാർ കൊടുക്കുന്ന ഇസ്മുദ്ദാത്ത് പോലെയല്ല. അതിലൊക്കെ വ്യത്യാസങ്ങളുണ്ട്. ഇതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറാ ഗുഹയിൽ വെച്ച് കിട്ടിയ ഇസ്മുദ്ദാത്തും ചെറിയ പ്രായത്തിൽ വന്ന് കിട്ടിയ ഇസ്മുദ്ദാത്തും വ്യത്യാസമുണ്ട്. അതിന്റെ പേരിലാണ് ആൾറെഡി നൽകപ്പെട്ട ഒന്നിലേക്ക് വീണ്ടും നൽകപ്പെടുന്നത്. ഇതിനെക്കുറിച്ചൊക്കെയാണ് ഈ ആയത്തിൽ പറയുന്നത്. അലം നശ്റഹ് ലക സദ്റക, താങ്കൾക്ക് താങ്കളെ കൽബിനെ ഞാൻ വിശാലമാക്കി തന്നില്ലയോ, ഓപ്പൺ ആക്കി തന്നില്ലയോ എന്ന് പറയുന്നത്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല ഔദാര്യമായി ചെയ്തു കൊടുക്കുകയാണ്. ചോദിക്കുന്നില്ല, എങ്കിലും ഔദാര്യമായി ചെയ്തു കൊടുക്കുക. എന്നാൽ അവിടെയോ മൂസാ നബി അലൈഹി സ്വലാം ചോദിക്കുകയാണ് അള്ളാഹുവിനോട്. രണ്ടും വളരെ വ്യത്യാസങ്ങളുണ്ട്. ഒന്ന് ആവശ്യപ്പെടുകയാണ്, ഒന്ന് ആവശ്യപ്പെടാതെ കൊടുക്കുകയാണ്. ഇത് കാണിക്കുന്നത് എന്താണ്? അല്ലാഹു തആലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ടുള്ള അപാരമായ ബന്ധവും കൂടി കാണിക്കുന്നുണ്ട്. പിന്നെ പറയുന്ന ആയത്ത് എന്താ പറയുന്നത്? വവളഅ്നാ അൻക വിസ്റക എന്ന് പറയുന്നുണ്ട്. താങ്കളിൽ നിന്നും താങ്കളെ ആ ഭാരം ഞാൻ ഇറക്കി വെക്കുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ ഭാരത്തെക്കുറിച്ച് സംസാരിക്കും. എന്ത് ഭാരമാണ് ആ ഇറക്കി വെക്കുന്നത്? അതാണ് നമ്മൾ പഠിക്കേണ്ടത്. അടുത്തത് എന്തിനെ കുറിച്ചാണ് അല്ലാഹു തആല ഭാരം എന്ന് പറയുന്നത്? ഈ ഭാരം പലരും പല വ്യാഖ്യാനങ്ങളും കൊടുക്കുന്നുണ്ട്. പക്ഷെ അല്ലാഹു തആല ഉദ്ദേശിക്കുന്ന ആ ഭാരം എന്താണ്? ഇവിടെ നമ്മൾ കൽബ് ഓപ്പൺ ആവുമെന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു അതൊരു പാക്കേജാന്ന് പറഞ്ഞു. ആ പാക്കേജ് കൽബിന്റെ ഉള്ളിലാണ് എന്തിരിക്കുന്നത്? മറ്റു ലതായിഫുകൾ ഇരിക്കുന്നത്. ആദ്യ സമയത്ത് കൽബ് ഓപ്പൺ ആവാത്ത കാലത്തോളം അതിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും. റൂഹും അതേപോലെ സിറും ഖഫിയും അഖ്ഫയും ലതായിഫുൽ അനയൊക്കെ കൽബിൻ്റെ ഉള്ളിലായിരിക്കും. അതേ അവസ്ഥയിലായിക്കൊണ്ടാണ് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാണോ കൽബ് ഓപ്പൺ ആവുന്നത്, ആ കൽബ് ഓപ്പൺ ആവുന്ന സമയം കൽബ് പൊട്ടിക്കൊണ്ട് മറ്റുള്ള ആത്മാക്കളെല്ലാം കൽബിൽ നിന്നും പുറത്തു ചാടും. പിന്നീട് അതിന് വിധിക്കപ്പെട്ട സ്ഥാനത്തേക്ക് അത് പോയി നിൽക്കും. റൂഹ് ഏറ്റവും വലത്തെ വശത്തേക്ക് പോയി നിൽക്കും. സിറാണെങ്കിൽ നെഞ്ചിൻ്റെ സെൻട്രലിൽ ജസ്റ്റ് റൈറ്റ് സൈഡിലായിട്ടും, അതേപോലെ തന്നെ ഹഫി ആണെങ്കിൽ നെഞ്ചിന് നടുവിനും റൂഹിനും ഇടയിലായിക്കൊണ്ടും, അഖ്ഫയാണെങ്കിൽ സെൻട്രലിൽ വന്ന് നിൽക്കും. അതാണ് അതിൻ്റെ സ്ഥാനങ്ങൾ. അങ്ങനെ നിൽക്കുന്ന ആ വിശാലമാവലാണ്. ഒരു സ്ഥലത്തു നിന്നും വിശാലമായിക്കൊണ്ട് വിശാലതയോടുകൂടി നിലനിൽക്കുന്ന പ്രതിഭാസം കൂടി ആയതിൻ്റെ പേരിലാണ് അത് നെഞ്ച് വിശാലമാക്കുക എന്നുള്ള നാമകരണം വന്നത്. ഇങ്ങനെ 5 ലതായിഫുകളും 5 ഭാഗത്തായി പോയി നിൽക്കും. ലതായിഫുൽ അന തലയിലേക്ക് കയറിപ്പോയി അവിടെയും പോയി നിൽക്കും. ഇതൊക്കെ നിൽക്കുന്നത് രക്തത്തിലാണ്. രക്തത്തിൽ മുങ്ങിയ നിലയിലാണ് ആത്മാക്കൾ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട്
കൽബ് മുനവറാവുന്ന സമയം അള്ളാഹുവിന്റെ നാമം ഈ കൽബിന്റെ മിടിപ്പിന്റെ കൂടെ സമന്വയിക്കുകയാണ്. ഓരോ മിടിപ്പിനോട് കൂടി അള്ളാഹുവിന്റെ നാമം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആവർത്തനം കൊണ്ട് എന്ത് സംഭവിക്കുകയാണ്? അതിൽ നിന്നും വൈദ്യുതി പ്രൊഡ്യൂസ് ചെയ്യാണ്, അഥവാ നൂറ് പ്രൊഡ്യൂസ് ചെയ്യാണ്. ഈ നൂറ് രക്തത്തിലേക്ക് ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കും. രക്തത്തിന്റെ നേച്ചർ മാറി മാറി വരും, ഇരുട്ട് അകന്നകന്ന് പോകും. അപ്പൊ രക്തത്തിൽ നിൽക്കുന്ന മറ്റാത്മാക്കൾക്ക് ഈ നൂറ് അവൈലബിൾ ആവാണ്, റൂഹിനും സിറിനും ഒക്കെ അവൈലബിൾ ആവാണ്. അപ്പൊ അതും മെല്ലെ 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 ഉണരാൻ തുടങ്ങും. ഈ പ്രോസസ്സ് ഘട്ടം ഘട്ടമായി കൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളെ ജിസ്മ് എന്തിനോട് ബന്ധപ്പെടുന്നില്ല? ആത്മീയതയോട് ബന്ധപ്പെടുന്നില്ല. കാരണം ജിസ്മ് കാണാൻ പറ്റുന്നത് തടിയാണ്. അതിന്റെ ബന്ധം ഈ നാസൂത്യ ലോകത്തോടാണ്. നാസൂത്യ ലോകത്തുള്ളതെല്ലാം കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നവയാണ്, കാതുകൊണ്ട് കേൾക്കാൻ പറ്റുന്നവയാണ്. കാരണം ജിസ്മിനോട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ജിസ്മിന്റെ ബന്ധം ഈ നാസൂത്തിനോടാണ്. അതുകൊണ്ടാണ് മരിച്ചു പോകുന്ന സമയത്ത് നമ്മൾ ഈ ജിസ്മി ഇവിടെ ഇട്ടേച്ച് പോകുന്നത്. അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഇട്ടേച്ച് പോവേണ്ടി വരും. അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ഇട്ടേച്ച് പോവാതെ കൂടെ കൊണ്ടുപോകുന്നത് എന്താണ്? അത് കൽബാണ്. കൽബ് കൊണ്ടുപോകണമെങ്കിൽ കൽബ് ഉണ്ടാവണം ആ സമയത്തേക്ക്. ആ സമയം വരെ നമ്മൾ കൽബ് ഉണ്ടാക്കിയില്ല എങ്കിൽ നമുക്ക് കൽബില്ല എന്ന് പറയേണ്ടി വരും. നമുക്കുള്ളത് എന്താണ്? മാംസളമായ ഹൃദയമാണ്. ആ ഹൃദയം ഇവിടെ ഇട്ടേച്ച് പോകേണ്ടി വരും. അതും ഖബറിലുണ്ടാവും. അത് മാംസമാണ്, അത് കൽബല്ല. കൽബ് എന്ന് പറഞ്ഞാൽ ആ മാംസ കഷ്ണത്തിനുള്ളിലുള്ള മറ്റൊരു ആത്മീയമായിട്ടുള്ള ഒരു തേജസ്സാണ്. ആ തേജസ്സിനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ജീവിതകാലത്ത്. അതിന് സാധ്യമായില്ലെങ്കിൽ നമുക്കത് ഉണ്ടാവൂല. അപ്പൊ കൽബ് എന്നുള്ള സാധനം ആത്മീയമാണ്. അത് ഒരു സത്തയല്ല, ഈ ഭൂമിയിലുള്ള പ്രപഞ്ചത്തിൽപ്പെട്ട ഒരു സത്തയല്ല. പക്ഷേ ആ കൽബ് ഉണരുന്നവരെ നമ്മൾ ചെയ്യേണ്ട ഒരു ഇബാദത്ത് എന്താണ്? നമ്മൾ ചെയ്യുന്ന ഇബാദത്ത് നമ്മുടെ ജിസ്മ് കൊണ്ടാണ്. ജിസ്മ് കൊണ്ട് ഒരുപാട് അധ്വാനിക്കേണ്ടതുണ്ട്. നമ്മൾ ഒരുപാട് ശുദ്ധത്ത് കാണിക്കുന്നുണ്ട്, നോമ്പെടുത്തുകൊണ്ടും. അതേപോലെ നമ്മൾ ഈ ഇബാദത്തിലായിക്കൊണ്ട് മുഴുവൻ സമയവും രാത്രി നിന്ന് നിസ്കരിച്ച് കാല് നീര് വരുന്ന അവസ്ഥകളിലേക്കൊക്കെ നമ്മൾ മാറുന്നുണ്ട്. നമ്മൾ മാറുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഗത്ത് അപ്രകാരം ഉണ്ടായിട്ടുണ്ട്, നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് രാത്രികൾ നിന്ന് നിസ്കരിച്ച കാരണത്താൽ നീര് വന്ന് വീർത്തിട്ടുണ്ട്. അങ്ങനെ നീര് വന്ന സമയത്ത് അത് കണ്ടുകൊണ്ടാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്, എന്തിനാണ് അങ്ങ് ഇങ്ങനെ അധ്വാനിക്കുന്നത്? അങ്ങ് അധ്വാനിക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം അങ്ങയുടെ മുഴുവൻ പാപങ്ങൾ അള്ളാഹു തആല പുറത്തു തന്നിട്ടുണ്ട്. മുൻകഴിഞ്ഞ പാപങ്ങളും പിൻകഴിഞ്ഞ പാപങ്ങളും പുറത്തു തന്നിരിക്കെ അള്ളാഹുവിനെ ഇങ്ങനെ ശുദ്ധത്തോട് കൂടിയിട്ട് ഇബാദത്ത് ചെയ്യേണ്ട ആവശ്യം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഞാൻ നന്ദിയുള്ള ഒരു അടിമയാകണ്ടയോ? ഇവിടെ നന്ദിയുള്ള അടിമയാകണ്ടയോ എന്നാണ് സാധാരണ മുസ്ലിയാക്കന്മാർ പണ്ഡിതന്മാർ അർത്ഥം കൊടുക്കുന്നത്. ശുക്ർ എന്നുള്ള പദമാണത്. എന്നാൽ അസ്ലിയായ മീനിങ് ശുക്റിന് നന്ദി എന്നല്ല. നന്ദി എന്ന അറബിയിലുള്ള അർത്ഥമാണത്. എന്നാൽ ഈ ശുക്ർ എന്നുള്ള പദം പലപ്പോഴും ഖുർആനിൽ വന്നത് നന്ദി എന്ന അർത്ഥത്തിലല്ല. അതിന് ദോസ്ത് എന്ന അർത്ഥമാണ്, ഫ്രണ്ട്ഷിപ്പ്, കൂട്ടുകെട്ട് എന്ന അർത്ഥമാണ് കൊടുത്തത്. കാരണം അത് സുര്യാനി പദമാണ്. സുര്യാനി പദത്തിൽ അതിൻ്റെ അർത്ഥം കൂട്ടുകെട്ടാണ്. അള്ളാഹുവിൻ്റെ വിലായത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു പദമാണത്. അള്ളാഹുവിൻ്റെ കൂട്ടുകെട്ടിൻ്റെ ഷർത്ത്, ഡിമാൻഡ് ഞാൻ പാലിക്കണ്ടയോ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർത്ഥാക്കുന്നത്. ഇപ്പം ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നന്ദിയായിക്കൊണ്ടുള്ള ഇബാദത്ത് അള്ളാഹു തആലയുടെ സുഹൃത്ത് ബന്ധത്തിൻ്റെ പേരിൽ, അതിൻ്റെ ഒരു ലഹരിയിൽ, ആ ലഹരിയുടെ ഷർത്ത് പൂർത്തീകരിക്കുകയാണ്. അതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം. അപ്പം ഈ രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു തആലക്ക് ഇബാദത്ത് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ആ അവസ്ഥ ഇല്ലാതായിത്തീരുന്ന ഒരു ഘട്ടം വരികയാണ്. അത് എങ്ങനെ സംഭവിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അള്ളാഹു തആല പറയാണ്, താങ്കളിലെ ഹൃദയം ഓപ്പൺ ആയിട്ടുണ്ട്. ഹൃദയം ഓപ്പൺ ആവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൽബ് ഓപ്പൺ ആവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൽബിനുള്ളിലുള്ള മഖ്ലൂക്ക് എണീക്കുകയാണ്. പിന്നെ ഇബാദത്ത് ചെയ്യേണ്ടത് കൽബ് കൊണ്ടാണ്. കൽബ് എണീക്കാത്ത സമയം വരെ കൽബ് കൊണ്ട് ചെയ്യാൻ സാധിക്കൂല. പക്ഷെ കൽബ് എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നത് കൽബ് കൊണ്ടാണ്. ഇപ്പൊ കൽബ് കൊണ്ട് ഇബാദത്ത് ചെയ്യുന്ന അവസ്ഥ എന്ന് ഒരിക്കലും നിൽക്കുന്നില്ല. അത് കണ്ടിന്യൂസ് ഇബാദത്തിലാണ്, സദാസമയ ഇബാദത്തിലാണ്. ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും നടക്കുമ്പോഴും ഉറങ്ങുമ്പോഴൊക്കെ ഇബാദത്തിലാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ കാരണം, ഞാൻ ഉറങ്ങുമ്പോഴും എൻ്റെ കണ്ണേ ഉറങ്ങുന്നുള്ളൂ, ഹൃദയം ഉറങ്ങുന്നില്ല എന്ന് പറയാൻ കാരണം. കണ്ണുറങ്ങുമ്പോഴും എൻ്റെ ഹൃദയം ഉറങ്ങുന്നില്ല പറയാൻ കാരണം കൽബ് എന്തിലാണ്? ഇബാദത്തിലാണ്. അങ്ങനെയുള്ള കൽബ് ആർക്കേ ഉണ്ടാവുള്ളൂ? കൽബ് ഓപ്പൺ ആയവർക്ക് ഉണ്ടാവുള്ളൂ. കൽബ് ഓപ്പൺ ആവാത്തവർക്ക് അതിൻ്റെ അവസ്ഥ അറിയാൻ സാധിക്കൂല. അവർക്ക് ആ വിഷയം ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം സദാസമയ ഇബാദത്തിലാണ്. അങ്ങനെ ആയിരിക്കെ പിന്നെ ശിദ്ദത്തായിക്കൊണ്ട്
നമ്മൾ ഒരുപാട് അതിര് കവിഞ്ഞ ഇബാദത്ത് ജിസ്മ കൊണ്ട് ചെയ്യേണ്ടതില്ല. ജിസ്മ കൊണ്ട് ചെയ്യേണ്ട ഇബാദത്തിന്റെ ഭാരം, ആ ഭാരമാണ് അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കി വെച്ചു കൊടുത്തത്, ലഘൂകരിച്ചു കൊടുത്തത്. കാരണം അവിടെ എന്തായി, ജിസ്മിന്റെ പകരക്കാരനായിക്കൊണ്ട് കൽബ് വന്നു. കൽബ് വന്ന കാരണമാണ് ഈ ഭാരം ഇറക്കി തന്നത്. അതാണ് ഈ ആയത്തിൽ പറയുന്ന വിഷയം. പിന്നെ പറയുന്നത് അല്ലദീ അൻഖദ ളഹ്റക, നിന്റെ അഥവാ താങ്കളെ മുതുകിന്റെ ഞെരിച്ചു കളഞ്ഞത് ആ ഭാരം അഥവാ ഈ ഭാരം, ജിസ്മാനിയായ ശിദ്ദത്ത് അടങ്ങിയ ഇബാദത്തുകൾ. പിന്നെ പറയുന്നത് എന്താണ്, വറഫഅനാ ലക സിക്റക, അഥവാ താങ്കൾക്ക് താങ്കളുടെ കീർത്തി ദിക്ർ നാം ഉയർത്തി തന്നു. ഇവിടെ ദിക്റക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാര വിഷയങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചു എന്നല്ല. റസൂലുള്ളാഹിന്റെ നാമം മുഹമ്മദ് എന്നുള്ള നാമം, ആ നാമത്തിൻ്റെതായ ദിക്ർ അത് അല്ലാഹു തആല ഉയർത്തി എന്ന് പറയുന്നത്. താങ്കൾക്കു വേണ്ടി താങ്കളുടെ നാമം അഥവാ താങ്കൾക്ക് വേണ്ടി മുഹമ്മദ് എന്ന നാമം ഉയർത്തി എന്നാണ് ഈ ആയത്തിൽ പറയുന്നത്. ഇവിടെ അല്ലാഹു തആല പറയുന്നത് യാ മുഹമ്മദ് എന്നുള്ള ദിക്ർ അഥവാ മുഹമ്മദ് എന്നുള്ള ദിക്ർ, അത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തുണ്ടാവും, ഉയർച്ച ഉണ്ടാവും എന്നാ പറയുന്നത്. റഫഹ എന്ന് പറഞ്ഞാൽ റഫഹന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉയർത്തിക്കൊണ്ടുപോകുന്നതിന് പറയുന്ന പേരാണ്, മുകളിലേക്ക്. അപ്പോൾ മുഹമ്മദ് എന്നുള്ള നാമം ഉച്ചരിക്കുന്ന സമയത്ത്, ആ ദിക്ർ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് കൽബ് ബേദറാകുന്ന പോലെ, കൽബ് ഓപ്പൺ ആവുന്ന പോലെ, മുഹമ്മദ് എന്നുള്ള നാമം കൊണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ കൽബിനെ കൊണ്ട് ഉയർന്നു പോകാൻ സാധിക്കും. അതിനുള്ള പവറും എല്ലാം അല്ലാഹു തആല ആ നാമത്തിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ഇതാണ് അവിടെ പറയുന്നത്. ബൽ റഫഅല്ലാഹു ഇലൈഹി എന്ന് പറയുന്നുണ്ട് ഇസ്രായേൽ അലൈഹി ഇസ്ലാമിന്റെ കാര്യത്തിൽ. ആകാശലോകങ്ങളിലേക്ക് അല്ലാഹു തആല ആരോഹണം ചെയ്ത് കൊണ്ടുപോകുന്ന ആ വിഷയം, ഉയർത്തിക്കൊണ്ടുപോകുന്ന വിഷയം, അതേ അവസ്ഥയാണ് ഈ മുഹമ്മദ് എന്നുള്ള നാമം കൊണ്ട് സാധാരണക്കാരനായ ചെറിയ ദർജയിലുള്ള ആളുകളെ അല്ലാഹു തആല ഉയർന്ന ദർജയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും എന്നാണ് ആ ആയത്തിൽ പറയുന്നത്. അത്തരത്തിലുള്ള ഒരു പവറും ഉയർച്ചയും ഈ നാമത്തിന്റെ ഉള്ളിൽ അല്ലാഹു തആല നിക്ഷേപിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ പറയുന്നത് ഫഇന്ന മഅൽ ഉസ്രി യുസ്റ, ഇന്ന മഅൽ ഉസ്രി യുസ്റ എന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഞെരുക്കത്തിന്റെ കൂടെ ഒരു എളുപ്പം ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഞെരുക്കത്തിന്റെ കൂടെ എളുപ്പം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു തആല ഈ ദുനിയാവിൽ വെച്ച് എന്ത് പ്രയാസമാണെങ്കിലും ആ പ്രയാസത്തിന്റെ കൂടെ അല്ലാഹു തആല എളുപ്പം വെച്ചിട്ടാണ് പ്രയാസം കൊടുത്തിട്ടുള്ളൂ. കാരണം അങ്ങനെ അല്ലാത്തൊരു പ്രയാസവും ഈ ലോകത്തില്ല. നമ്മൾ ആ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടുകൂടിയും അല്ലാഹു തആലയിലുള്ള പ്രതീക്ഷയോടുകൂടിയും മുന്നോട്ട് പോകണം എന്നുള്ള ആശ്വാസവചനാണത്. അപ്പോൾ പ്രയാസങ്ങൾ ഏറ്റവും കൂടുതൽ സഹിച്ചതാരാണ്? അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരുപാട് ഞെരുക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്വന്തം കുടുംബത്തിലെ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സ്വന്തം നാട്ടിലെ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടാവുന്നത് എന്തല്ല, അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ ലക്ഷണം അല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ റസൂലുള്ളാഹിക്ക് ഉണ്ടാവുമായിരുന്നില്ല. താക്രെ കൽബി ആവുമ്പോഴത്തേക്ക് പ്രയാസങ്ങൾ നീങ്ങലല്ല, പ്രയാസങ്ങൾ ഒരു പക്ഷെ കൂടിപ്പോയേക്കാം. കാരണം അല്ലാഹു തആല പരീക്ഷിക്കുന്നത് ആരെയാണ്? പരീക്ഷിക്കേണ്ട ആവശ്യം എന്താണ്? അത് മുഅ്മിനീങ്ങൾക്കാണ് പരീക്ഷണം വരിക. മറ്റുള്ളവർക്ക് അദാബാണ്, ശിക്ഷയാണ്. മുഅ്മിനീങ്ങൾക്ക് പ്രയാസങ്ങളുണ്ടാവും. ആ പ്രയാസങ്ങളിലൂടെ പോകുന്ന സമയത്താണ് അവന്റെ ദർജ ഉന്നതമായി തീർന്നത്, അവന്റെ ആത്മീയാവസ്ഥകൾക്ക് മാറ്റം സംഭവിച്ചു കൊടുക്കുന്നു. അപ്പോൾ ആ ഒരു വിഷയത്തിൽ മനുഷ്യൻ ബേജാറാവേണ്ട ആവശ്യമില്ല, മനുഷ്യന് പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. അവന് അല്ലാഹു തആലയുടെ രക്ഷക്കും എളുപ്പത്തിനു വേണ്ടി കാത്തിരിക്കുക, പ്രതീക്ഷ അർപ്പിക്കുക, മുന്നോട്ട് പോവുക. അല്ലാതെ നമ്മൾ അതിനെതിരെ നീങ്ങുന്ന ഒരവസ്ഥയിലായി പോകരുത്. അള്ളാഹുവിലേക്ക് സംശയിക്കുന്ന അവസ്ഥയിലായി പോകരുത്. ഷെയ്ഖിലേക്ക് സംശയിക്കുന്ന രീതിയിലായി പോകരുത്. ദിക്റിന്റെ വിഷയത്തിലേക്ക്, ഈ ഇൽമിലേക്ക് സംശയിക്കുന്ന രീതിയിലായി പോകരുത്. അതിനൊക്കെ ഉള്ള ഒരു മുൻ കൽപ്പനയാണിത്. നമ്മൾ മനസ്സിൽ അടിയുറപ്പിച്ച് വെക്കേണ്ട വിഷയങ്ങൾ. ആത്മീയതയിൽ ഇതെല്ലാം അടങ്ങിയ ഒരു സംഭവം ആത്മീയത. പ്രയാസങ്ങളിൽ നിന്ന് നമ്മൾ ഫ്രീ ആവുന്നില്ല. എന്നാൽ പ്രയാസങ്ങൾക്കിടയിലും അത് അതിജീവിക്കാനും അത് നിസ്സാരമായിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശക്തി ആർജിക്കലാണ് നമുക്ക് ആവശ്യം, അല്ലാതെ പ്രയാസം ഇല്ലാതാക്കലല്ല. അതാണ് ഈ ആയത്തുകളിൽ പറയുന്നത്. അടിവര ഇട്ടുകൊണ്ട് തീർച്ചയായും എന്നുള്ള പദം ഉപയോഗിച്ചുകൊണ്ട് പറയുന്നത്. അതങ്ങനെ തന്നെയാണ് അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത്. അല്ലാത്ത രീതി നിങ്ങൾ മനസ്സിലാക്കണ്ട എന്നാ പറയുന്നത്. അപ്പോൾ ദിക്റെ കൽബി ആയിത്തീരുന്ന സമയത്ത് ഒരുപാട് തരം പ്രയാസങ്ങൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. ഇന്ന തരത്തിൽ എന്നുള്ളതൊന്നും നമുക്ക് അറിയിക്കപ്പെടൂല.
ഇന്നതാണ് വിഷയമെന്ന് അറിയിക്കപ്പെടൂല. പരീക്ഷണ സമയത്ത് ഇത് പരീക്ഷണമാണെന്ന് അറിയിക്കപ്പെടൂല. അതൊക്കെ സ്വയം മനസ്സിലാക്കലാണ്. അവൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ഗ്രഹിക്കലാണ്. അതല്ല ഇത് പരീക്ഷണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആർക്കും അല്ലാഹു തആല ഒന്നും ചെയ്യൂല. അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. അവൻ ഏത് രീതിയിലാണ് ഇത് കാണുന്നത് എന്ന അള്ളാഹു നോക്കുന്നത്. ഒരുപക്ഷെ താക്കരെ കൽബിയായിരുന്ന സമയത്ത് അവൻ്റെ വീട്ടുകാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും ഒക്കെ അവന് പലതരം പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. പലരും അവനെ കാഫിറാക്കും, പലരും അവനെ മുനാഫിക്കാക്കും. പിന്നെ പലതരം ആരോപണങ്ങൾ വരാം. അങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാവാം, ധനനഷ്ടങ്ങൾ ഉണ്ടാവാം, ആരോഗ്യപരമായ വിഷയങ്ങൾ ഉണ്ടാവാം. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് വേവലാതി പറയുക, അതേപോലെ തന്നെ കാര്യങ്ങൾ സംശയിക്കുക, അവർ പരാജയപ്പെട്ടു പോകും. ഇതൊക്കെ നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കി വെക്കാൻ വേണ്ടി താക്കീതാണ് ഈ ആയത്ത്. ആ സമയത്ത് അത് അറിയിക്കപ്പെടൂല. ഇതൊക്കെ ഇതിനോട് കൂടി അറിയിക്കപ്പെട്ട് പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട വിഷയങ്ങളാണ്. പിന്നെ പറയുന്ന ഫൈദ ഫറഹത്ത് ഫൻസബ് വഇലാ റബ്ബിക ഫർഹബ്. ആകയാൽ താങ്കൾക്ക് ഒഴിവ് കിട്ടിയാൽ താങ്കൾ അധ്വാനിക്കണം. വൈലാ റബ്ബിക ഫർഹബ്, അങ്ങനെ താങ്കളുടെ രക്ഷിതാവിലേക്ക് താങ്കളെ ആഗ്രഹം സമർപ്പിക്കണം. അപ്പൊ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിനോടുള്ള ബന്ധമായി കിട്ടി. ഈ ബന്ധമായി തീർന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അള്ളാഹുവിലേക്ക് അർപ്പിക്കുക. അള്ളാഹുവിനോടുള്ള ബന്ധം കീപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അള്ളാഹുവിലേക്ക് എത്തിച്ചേർന്ന വിഷയത്തിൽ, അള്ളാഹുവിന്റെ തൃപ്തിയിലേക്ക് എത്തിച്ചേർന്ന വിഷയങ്ങളിലേക്ക് അധ്വാനിക്കുക. ഏതൊക്കെ നിലയിൽ പറ്റുമോ ആ നിലയിലൊക്കെ. കാരണം തൗഹീദിലേക്കുള്ള യാത്രയാണ്. തൗഹീദിലേക്കുള്ള യാത്രയിൽ നമ്മളെല്ലാം അള്ളാഹു ആയിരിക്കണം. എല്ലാം അള്ളാഹു ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ലക്ഷ്യവും കിബിലയും അതേപോലെ തന്നെ ആഗ്രഹവും എല്ലാ കാര്യങ്ങളും അള്ളാഹു എന്നുള്ള ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കണം. അതിന് സഹായമായി വരുന്നവരാണ് നമ്മുടെ മുമ്പിൽ നമ്മളെ ഷെയ്ഖ്. ആ ഷെയ്ഖിൽ നിന്നാണ് നമുക്ക് ദിക്ർ കിട്ടിയത്. അതോടുകൂടി എന്തായി? ഷെയ്ഖും ആ മുറിയും തമ്മിലുള്ള ബന്ധമായി തീർന്ന്. ആ ബന്ധം പിന്നെ നമ്മൾ ഒരു വില കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം. അതിൽ സംശയിക്കുന്നവർക്ക് വിജയിക്കാൻ സാധിക്കൂല. ആ സംശയം വരുന്ന സമയത്ത് അതിനെ കൊല്ലേണ്ട, അതിനെ ഒഴിവാക്കേണ്ട ഒരു അടയാളമായി കാണേണ്ടത് ഈ ദിക്റെ കൽബിനെയാണ്. ദിക്റെ കൽബ് ചെയ്തു തന്നവനാണ് ആര്? നമ്മുടെ ഷെയ്ഖ്. ഷെയ്ഖായിത്തീരുന്ന അപ്പോഴാണ്. ബാക്കിയുള്ളതൊക്കെ അതിന് മുമ്പുള്ള കഥകളാണ്. നമ്മളൊരു കല്യാണം കഴിച്ച് കഴിഞ്ഞ് കോൺട്രാക്ട് ആവുന്നപ്പോഴാണ് നിക്കാഹിന്റെ വേർഡ്, അത് കബൂലിയത്തിന്റെ വേർഡ് ഉപയോഗിക്കുമ്പോഴാണ്. ആ സമയം വരെ നമ്മൾ അതിനാഗ്രഹിക്കുക, തീരുമാനം എടുക്കുക, അതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുക എന്നല്ലാതെ ഹക്കീക്കത്തിൽ സംഭവിക്കുന്നില്ല. സംഭവിക്കുന്നത് എപ്പോഴാണ്? ഈ ഒരു സമയത്താണ്. ദിക്റെ കൽബിൽ വരുന്ന സമയത്താണ് പിതാവും അതേപോലെ തന്നെ പുത്രനും തമ്മിൽ ബന്ധമായിത്തീരുന്നത്. ആത്മാമായ പിതാവും അതേപോലെ ആത്മീയമായ പുത്രനായിത്തീരുന്നത്. അതിനു മുമ്പ് ആ ബന്ധമല്ല. നമ്മളതിനു മുമ്പ് ഒരുപാട് ശൈഖന്മാരെ കണ്ടിട്ടുണ്ടാവും, ഒരുപാട് മഹാന്മാരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവും. അതൊന്നും നമ്മളെ പിതാവല്ല. അവരൊക്കെ മറ്റാരൊക്കെയോ പിതാവായിരിക്കാം, പക്ഷെ നമ്മുടെ പിതാവല്ല. നമ്മൾ ഈ കാര്യം മനസ്സിലാക്കലും ആവശ്യമാണ്. അതിനു വേണ്ടിയാണ് ദിക്റെ കൽബ് എന്നുള്ള ഒരു ചരട് നമുക്ക് ഒരാളിൽ നിന്ന് മാത്രമേ സ്വീകരിക്കാൻ സാധിക്കുള്ളൂ. ഒരാളിൽ നിന്നാണ് അത് സ്വീകരിക്കുന്നത്. അതിനു മുമ്പ് നമ്മൾ ഒരു ഷെയ്ഖിൽ വിശ്വാസം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തൻ്റെ പിതാവായി, ബയ്യത്ത് ചെയ്യുന്ന പിതാവായി, ഇതൊക്കെ ജസ്റ്റും അതിലേക്ക് എത്തിക്കുന്ന ചില കാര്യങ്ങളായിട്ട് പരിഗണിക്കാൻ പറ്റുള്ളൂ. ചിലപ്പോൾ നമ്മൾ കല്യാണം നിശ്ചയിച്ചു ഒക്കെ വെച്ച് എന്ന് വരാം. പക്ഷെ കല്യാണം നടക്കുന്നതിന് മുമ്പ് നമുക്ക് ചിലപ്പോൾ അത് ഒഴിവാക്കേണ്ടി വരും. നടന്നു കഴിഞ്ഞാൽ തന്നെ നടന്നു എന്ന് പറയാൻ സാധിക്കുള്ളൂ. അപ്പോൾ ശരിക്കും അള്ളാഹിന് മുമ്പിൽ എന്തായി തീരുന്നുള്ളൂ? ഷെയ്ഖും മുരീദാവുന്നുള്ളൂ, ഭാര്യയും ഭർത്താവുന്നുള്ളൂ. ഇത്തരം ഒരു ഷെയ്ഖിൽ നിന്നാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടത്. ഇസ്ലാം പഠിക്കേണ്ടത് അവിടെ നിന്നാണ്. അതാണ് അല്ലാഹു തആല സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞത്, വലാ തുത്ഹി മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്ർനാ എന്ന് പറയുന്നത്. ദിക്ർ കൽബിലുള്ള ആളിൽ നിന്നും ആണ് നമ്മൾ ഇസ്ലാം പഠിക്കേണ്ടത്, കാര്യങ്ങൾ ഗ്രഹിക്കേണ്ടത്, അനുസരണകൾ പഠിക്കേണ്ടതും എങ്ങനെയാണ്, എന്താണ് അനുസരിക്കേണ്ടതെന്നൊക്കെ പഠിക്കേണ്ടതൊക്കെ അവിടുന്നാണ്. അങ്ങനെ അല്ലാത്തവനിൽ നിന്നും വരുന്ന താക്കീതുകൾ, ഉപദേശങ്ങൾ നാം സ്വീകരിക്കേണ്ടതില്ല ദീനിന്റെ വിഷയത്തിൽ. അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ദീനിനെ നമ്മൾ ഇല്ലാതാക്കി കളയലുണ്ടാവുക, ഹിദായത്തിൽ നിന്നും പുറത്തു പോകലുണ്ടാവുക. അങ്ങനെയുള്ള ഒരു ഷെയ്ഖിനെ കിട്ടി നമ്മൾ അവിടെ നിന്നും കാര്യങ്ങൾ ഗ്രഹിക്കുന്ന സമയത്ത് അതിനെതിരായിക്കൊണ്ട് പലത് നമ്മൾ കേൾക്കും പലരിൽ നിന്നും. അവരൊന്നും എന്താവില്ല, ദാക്രെ കൽബികളല്ല, നമ്മളെ ഹൃദയം ജാരിയാക്കിയതും അവരല്ല. എന്നിരിക്കെ നമ്മൾ നമ്മുടെ ഷെയ്ഖിന്റെ അഭിപ്രായത്തെക്കാൾ മറ്റെന്തിനും ഇതിനേക്കാൾ വില കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഹിദായത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.